ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായവും മികച്ച കളക്ഷനും നേടിയെടുത്ത് മുന്നേറുന്ന കൂലി എന്ന തമിഴ് സിനിമയ്ക്ക് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച മറ്റ് 2 ദിവസങ്ങളെ അപേക്ഷിച്ച് കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ചിത്രം ആദ്യ ദിവസം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 151 കോടി 90 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 94 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യ ദിവസം 9 കോടി 75 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച 5 കോടി 75 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. 2 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 15 കോടി 50 ലക്ഷം രൂപയായിരുന്നു. കർണാടകയിൽ ആദ്യ ദിവസം 14 കോടി രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 9 കോടിയും കളക്ട് ചെയ്ത് ടോട്ടൽ 23 കോടി രൂപയാണ് 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാനയിൽ ആദ്യ ദിവസം 17 കോടി രൂപയും രണ്ടാം ദിവസം 15 കോടിയും കളക്ട് ചെയ്ത് 32 കോടി രൂപ 2 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 29 കോടി രൂപയും രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച 25 കോടി 50 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 2 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ മാത്രം 54 കോടി 50 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ദിവസം കൊണ്ട് 16 കോടി 75 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ 2 ദിവസം കൊണ്ട് 141 കോടി 75 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 2 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 103 കോടി 25 ലക്ഷം രൂപയുമാണ്. ടോട്ടൽ 245 കോടി രൂപയാണ് ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇനി മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ സിനിമയ്ക്ക് എല്ലാ മേഖലയിലും കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ ഇന്ന് നേടിയെടുത്തിട്ടുള്ളത് 1 കോടി 87 ലക്ഷം രൂപ മാത്രമാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3-3.5 കോടി റേഞ്ചിലുമാണ്. ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 18-19 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ കളക്ഷൻ 20 കോടിക്ക് താഴെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 75 കോടി റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 55-60 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 300 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് 350-400 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. കൂലി സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ YRFന്റെ വാർ 2 എന്ന സിനിമയുടെയും 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹൃതിക് റോഷൻ, ജൂനിയർ NTR, കിയാര അദ്വാനി എന്നിവർ അഭിനയിച്ച ഈ സിനിമ അയൻ മുഖർജിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് 54 ലക്ഷം രൂപയായിരുന്നെങ്കിൽ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 42 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 1 കോടി 2 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ ആദ്യ ദിവസം 4 കോടി കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 4 കോടി 60 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ കർണാടക കളക്ഷൻ 8 കോടി 60 ലക്ഷം രൂപയാണ്. ആന്ധ്ര തെലങ്കാനയിൽ ആദ്യ ദിവസം 27 കോടി കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 14 കോടി 10 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 41 കോടി 10 ലക്ഷം രൂപയാണ് 2 ദിവസത്തെ ആന്ധ്ര തെലങ്കാന കളക്ഷൻ. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 1 കോടി 10 ലക്ഷം രൂപയും രണ്ടാം ദിവസം 1 കോടി 25 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 2 കോടി 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഹിന്ദി മേഖല ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 77 കോടി 50 ലക്ഷം രൂപയും സ്വന്തമാക്കി. ടോട്ടൽ 130 കോടി 50 ലക്ഷം രൂപയാണ് 2 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട 2 ദിവസത്തെ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 37 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 168 കോടി രൂപ 2 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 28 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ അങ്ങനെ 1 കോടി 30 ലക്ഷം രൂപ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 220-225 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 400 കോടിക്ക് മുകളിലാണ്. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തിയ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. ചിത്രം മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയ 16-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 17 കോടി 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 70 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 17 കോടി 80 ലക്ഷം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം സുമതി വളവിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും നാളെ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിപിൻ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സാഹസം. നരേൻ, ബാബു ആന്റണി, ഗൗരി ജി കിഷൻ, റംസാൻ മുഹമ്മദ്, അജു വർഗീസ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 1 കോടി 90 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 9-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 16 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5 കോടി റേഞ്ചിലുമാണ്. ഓഗസ്റ്റ് 1 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സൂഫറം സോ 15-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 23,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ കേരളത്തിൽ 6 കോടി 75 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 21 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 82 കോടി 45 ലക്ഷം രൂപ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശ കളക്ഷനായി ഈ സിനിമ 11 കോടി 55 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 21 ദിവസം കൊണ്ട് 94 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ.
ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 22 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 233 കോടി രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായും 16 കോടി രൂപ വിദേശ കളക്ഷനായും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 249 കോടി രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 23 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 257 കോടിയോളം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 18 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് സയാര. ആഹാൻ പണ്ഡെ, അനീത് ബദ്ദ എന്നിങ്ങനെ പുതുമുഖ താരനിരയുമായി മോഹിത് സൂരി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 28 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 387 കോടി 75 ലക്ഷം രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. 156 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ വിദേശ കളക്ഷൻ. ഏകദേശം 50 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 544 കോടി രൂപയാണ് 28 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.